ശക്തനായ നേതാവ് ആരാണ്? അതിനോടനുബന്ധമായ മറ്റൊരു ചോദ്യം, നേതാവ് ആരാണ്? ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ അതർഹിക്കുന്ന വിശാലതയോടുകൂടെ ഉൾക്കൊള്ളിക്കുവാൻ ഒരു വീഡിയോയുടെ പരിമിതികൾ അനുവദിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ഒരു അന്വേഷണത്തിന് ആരംഭമിടാൻ മാത്രമേ ഈ വീഡിയോ ഉപകരിക്കുകയുള്ളൂ എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ, ശക്തനായ നേതാവ് ആരാണ്? അങ്ങനെയുള്ള ഒരു നേതാവിനെ നാം എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? വളരെ ലളിതമായ ഒരു വിധത്തിൽ ഈ ഒരു ചോദ്യത്തെ സമീപിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ശക്തിയും ഭയവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് ആരെയും ഭയക്കുവാൻ ആവശ്യമില്ലാത്തവനാണ് ശക്തിമാൻ, അല്ലെങ്കിൽ ആരെയും ഭയക്കാത്തവനാണ് ശക്തിമാൻ. ആരെയൊക്കെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നത് ഒരു വ്യക്തിയുടെ ശക്തിയെ അളക്കുകയും അതിൻ്റെ ഏറ്റക്കുറച്ചിൽ എത്രയാണ് എന്ന് നമ്മെ അറിയിക്കുകയും ചെയ്യുന്ന ഘടകമാണ്. നമുക്കറിയാം, നാം ചെറുപ്പത്തിൽ കുട്ടികളായിരുന്നപ്പോൾ എല്ലാറ്റിനെയും ഭയന്നിരുന്നു. മുതിർന്നവരെ കണ്ടാൽ ഭയം, അപരിചിതരെ കണ്ടാൽ ഭയം. അതിന് ശാസ്ത്രീയ ഭാഷയിൽ സ്ട്രേഞ്ചർ ആങ്സൈറ്റി സിൻഡ്രോം എന്നാണ് പറയുന്നത്. സ്ട്രേഞ്ചർ ആങ്സൈറ്റി സിൻഡ്രോം എന്താണ്? എനിക്ക് പരിചയമല്ലാത്ത എന്തിനെ കണ്ടാലും ഞാൻ ഞെട്ടി വിറയ്ക്കും. ഇന്ന് ഭാരതത്തിൽ ജനകോടികൾ മനസ്സിലാക്കാത്തൊരു യാഥാർത്ഥ്യം, ഒരു 6 വയസ്സ്, 6 മാസം, 7 മാസം, അല്ലെങ്കിൽ ഒരു വയസ്സ്, 1.5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് ഈ സ്ട്രേഞ്ചർ ആങ്സൈറ്റി സിൻഡ്രോം, അതായത് അപരിചിതരെ കാണുമ്പോൾ ഭയപ്പെടുന്ന അതേ സൈക്കോളജിയാണ്, അതേ മനഃശാസ്ത്രമാണ് ഭാരതത്തിൽ ഒരു വലിയ അഭിമാനമായി, അതായത് 1 കൾച്ചർ, 1 ലാംഗ്വേജ്, 1 റിലിജിയൻ എന്നൊക്കെ പറഞ്ഞ് 1 നേഷൻ എന്ന് പറഞ്ഞ് ബഹുസ്ഫുരതയെ, വൈവിധ്യത്തെ ഒരു വലിയ അപകടമായി ചിത്രീകരിച്ച് അങ്ങനെ വൈവിധ്യത്തെ തുടച്ചു നീക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം, അതാണ് ദേശഭക്തി എന്നൊക്കെ പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഭീകരമായ ശാസ്ത്രീയ അപാകത എന്താണെന്ന് ആളുകൾ തിരിച്ചറിയുന്നില്ല. അതെന്നെ നന്നേ അലട്ടുന്നുണ്ട്. ഇതൊരു സ്ട്രേഞ്ചർ ആങ്സൈറ്റി സിൻഡ്രോമാണ്. എന്നെപ്പോലെ വസ്ത്രം ധരിക്കാത്തവർ, എന്നെപ്പോലെ ആഹാരം കഴിക്കാത്തവർ, എന്നെപ്പോലെ ആരാധിക്കാത്തവർ, എന്നെപ്പോലെ നിൽക്കാത്തവർ, എന്നെപ്പോലെ കിടക്കാത്തവർ, അവർ ശത്രുക്കളാണ് എന്നത് ഏറ്റവും ബാലിശമായ ഒരു മനഃശാസ്ത്രത്തെ വെളിപ്പെടുത്തുന്നു എന്നത് പ്രഖ്യാപിക്കപ്പെടുന്നില്ല എന്ന് പോകട്ടെ, അത് തിരിച്ചറിയാൻ പോലും ആളുകൾക്ക് ഭയമാണ്. ഇതിൻ്റെ ആവിർഭാവം രാഷ്ട്രീയത്തിലല്ല, വസ്തുതയിൽ മതത്തിലാണ്. ഇത് ഞാൻ നന്നേ വൈകിട്ടാണ് തിരിച്ചറിഞ്ഞത്. എന്നാൽ മരിക്കുന്നതിന് മുമ്പേ തിരിച്ചറിയാൻ സാധിച്ചതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മറ്റുള്ള മതങ്ങളെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അറിയുന്ന, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ക്രിസ്തു മതത്തിൻ്റെ വിവിധ കഷണങ്ങളായ മതവിഭാഗങ്ങൾ, അവയെ ഏവരെയും ഭരിക്കുന്ന മനഃശാസ്ത്രം ഇതാണ്. ഓരോ സഭയ്ക്കും അതിൻ്റെ പ്രത്യേകമായ ആചാര അനുഷ്ഠാനങ്ങൾ, അതിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള എല്ലാവരും ശത്രുക്കളാണ്, എന്നാൽ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറയുന്ന ഈ ഒരു മനഃപൂർവ്വം സൃഷ്ടിച്ചു വെക്കുന്ന അസഹനീയമായ കള്ളം, അത് ഭക്തിയാണെന്ന് പറയുന്ന പൊട്ടത്തരം, ഇതെല്ലാം ബാലിശമായ, തികച്ചും ബാലിശമായ ഒരു മനഃശാസ്ത്രത്തെ, അതായത് മനുഷ്യൻ ആന്തരികമായി ആത്മീകമായി വളരാത്തത് കൊണ്ട് സംഭവിക്കുന്ന വലിയ ജടിലതയെ, മൂർഖത്തരത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് ഭക്തിയാണ്. ഇതാണ് ഒരു സഭയോട് നാം കാണിക്കേണ്ട കൂറ്. മറ്റുള്ളവരെ വെറുക്കുന്നതാണ് നമ്മുടെ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം, ആദരവ് എന്ന് ചെറുപ്പം മുതലേ പഠിപ്പിച്ച് നമ്മെ പരുവത്തിലാക്കി വെച്ചു.
അത് തന്നെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അതിന് നാം മറ്റൊരു അർത്ഥം കൽപ്പിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയത്തെയും മതത്തെയും ഒരേ അളവുകോൽ കൊണ്ട് അളക്കുന്ന വ്യക്തിയാണ്. ഏത് പ്രതിഭാസം രാഷ്ട്രീയത്തിലും മതത്തിലും പ്രവർത്തിക്കുന്നുവോ, അതുകൊണ്ട് മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അപകടമുണ്ടാകുന്നുവോ, അതിനെ ഒരേ ത്രാസിലാണ് ഞാൻ തൂക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് എവരോടും പറയാനുള്ളത്, ഈ തത്വം മനസ്സിലാക്കിയേ മതിയാകൂ. ഞാൻ മാത്രം പറയുന്നതാണ് ശരി, ഞാൻ നടക്കുന്ന വഴി മാത്രമാണ് ഒരു വഴി, ഞാൻ കഴിക്കുന്ന ആഹാരം കഴിക്കാത്തവൻ മൃഗമാണ്, അവൻ എൻ്റെ ശത്രുവായിരിക്കണം എന്ന് പറയുന്നത് അത് പിഞ്ചു പൈതങ്ങൾക്കുണ്ടാകുന്ന സ്ട്രേഞ്ചർ ആങ്സൈറ്റി സിൻഡ്രോം എന്നതിനോട് സമമാണ്, യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് വളർന്ന് കുറച്ചൊക്കെ ബോധമുണ്ടായപ്പോൾ മനസ്സിലായി അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. കാരണം നാം വളർന്നു വന്നതുകൊണ്ടാണ്. നാം വളരാതെ ആ പൂർവ്വസ്ഥിതിയിൽ ഇരുന്നിരുന്നുവെങ്കിൽ നാം ആരെ കണ്ടാലും പേടിച്ച് നിക്കറ് നനച്ചേനെ. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം സഭാകമ്പം, സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയും. ആരെങ്കിലും ഒരാളെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ട് നിർത്തി 2 വാചകം പറഞ്ഞാൽ മുട്ടിടിക്കുക. എന്തുകൊണ്ടാണ് ഭയം? അവിടെ ഇരിക്കുന്ന ആളുകളെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതിൻ്റെ ഒരേ ഒരു കാരണം, അപ്രകാരം അവിടെ നിന്ന് അർത്ഥമുള്ള 2 വാചകം പറയാനുള്ള വളർച്ചയും മാന്യദേഹം പ്രാപിച്ചില്ല എന്നത് തന്നെയാണ്. അപ്പോൾ വളർച്ചയും ഭയവും തമ്മിൽ ബന്ധമുണ്ട് എന്നത് നാം തിരിച്ചറിയണം. ബലഹീനനാണ് എല്ലാവരെയും ഭയക്കുന്നത്. ബലമുള്ളവന് എല്ലാവരെയും ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രവുമല്ല, രണ്ടാമത്തെ തത്വം, ബലമുള്ളവന് ആരെയും പേടിപ്പിച്ച് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ചട്ടമ്പിക്കവല എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തുന്നത് അവന് ബലഹീനനായതുകൊണ്ടാണ്. അവൻ്റെ കയ്യിലുള്ളൊരു പിച്ചാത്തി അവൻ്റെ ബലത്തെയല്ല, അവൻ്റെ ബലഹീനതയാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ മാർഷ്യൽ ആർട്സിലൊക്കെ വരുമ്പോൾ അതിലേറ്റവും പ്രാവീണ്യം പ്രാപിച്ച വ്യക്തികൾക്ക് ആയുധം ആവശ്യമില്ല. അവർക്കാരെയും ആക്രമിച്ച് അവരുടെ മാന്യത തെളിയിക്കേണ്ട കാര്യവുമില്ല. അവരോട് നിന്നാൽ മതി. ഒന്നും അറിയാൻ വയ്യാത്തവനാണ്, ഒരഭ്യാസവും അറിയാൻ വയ്യാത്തവനാണ്, കായികശേഷി ഇല്ലാത്തവനാണ് ഈ പിച്ചാത്തി കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ബലമുള്ളവൻ അവനേക്കാൾ വ്യത്യസ്തമായ ആളുകളെ ഭയക്കുന്നില്ല എന്നതൊരു തത്വം. രണ്ടാമത്, മറ്റുള്ളവരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിർത്തേണ്ട ആവശ്യവും അവനില്ല. ഈ 2 വളരെ ലളിതമായ തത്വം മനസ്സിൽ സംഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ഈ അന്വേഷണത്തിൽ മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. ഇനി മൂന്നാമത്തെ തത്വം, ബലവാന്മാരായ ആളുകൾക്ക് അവർക്ക് മറ്റാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട്, അവർക്ക് ആത്മധൈര്യമുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് അവരർഹിക്കുന്ന അവസരങ്ങൾ ന്യായമായി അനുവദിച്ചു കൊടുക്കുന്നതിൽ അവർക്ക് മടിയുണ്ടാകുകയില്ല. ഇതിന് ടെക്നിക്കൽ ഭാഷയിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങളുടെ മകൻ ഒരു ഇൻ്റർവ്യൂവിൽ മകൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ കഴിവിൽ, മകളുടെ കഴിവിൽ നന്നേ വിശ്വാസമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ റെക്കമെൻഡേഷന് പോകുകയില്ല, കൈക്കൂലി കൊടുക്കുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഈ കാലത്ത് റെക്കമെൻഡേഷൻ കൊണ്ടോ കൈക്കൂലി കൊണ്ടോ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ ആ ഒരു സാഹചര്യത്തിൽ കറപ്ഷനെ പറ്റിയല്ല എൻ്റെ വിഷയം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അതിൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ പറയില്ല, അർത്ഥമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കാതിരിക്കില്ല. എന്നാൽ ഇന്ന് സാമാന്യമായ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മകൾക്കോ മകനോ വേണ്ടതുപോലെയുള്ള കഴിവുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉള്ളതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയില്ല. കൈക്കൂലി കൊണ്ടോ സ്വാധീനം കൊണ്ടോ അത് തകിടം മറിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയില്ല. ഇത് മൂന്നാമത്തെ തത്വമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ആരാണ് കരുത്തുറ്റ നേതാവ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം അന്വേഷിക്കുന്നത് ഉചിതമാണ്. കാരണം ഇന്ന് ഭാരതത്തിൽ ഇതൊരു വലിയ വിഷയമാണ്.
കരുത്തുറ്റ നേതാവ്. മറ്റെല്ലാവരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൃമികളാണ് എന്ന ഒരു ധാരണ. അദ്ദേഹം ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് ചിന്തിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ജനായത്ത പ്രക്രിയയുടെ ജീവനാഡിയാണ് തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പ് സുതാര്യവും സമത്വത്തെ ആശ്രയിച്ചും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അതുണ്ടാകണമെങ്കിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണമെന്നറിയാത്ത ആരുമില്ല. പാകിസ്ഥാനിൽ ഈ അടുത്തയിടെ ഒരു ഇലക്ഷൻ നടന്നായിരുന്നു, നിങ്ങൾക്കറിയാം. പാകിസ്ഥാൻ്റെ ഒരു ഗുണം, അവിടെ ഇലക്ഷൻ നടന്നാൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനമല്ല, ആർമിയാണ്. അപ്പോൾ അവിടെ ഏറ്റവും ജനപ്രീതി ഉണ്ടായിരുന്ന ഇമ്രാൻഖാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ, തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ ഫൗണ്ടറും പ്രസിഡൻറ്റുമായ ഇമ്രാൻഖാനെ ആദ്യമേ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പ്രചരണത്തിലുള്ള അനുവാദം നിഷേധിച്ചു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാൻഡിഡേറ്റ്സിനെ പലരെയും അറസ്റ്റ് ചെയ്തു. ആ പാർട്ടിയുടെ 10,000-ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അപ്പോൾ അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കിയത്. ഇപ്പോഴും ഇമ്രാൻഖാൻ അകത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള കേസുകൾ 200ഓളം കേസുകൾ, ചിലതൊക്കെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയാം, ചിരിച്ച് മണ്ണ് കപ്പും. പക്ഷേ അതിൽ നീതി നടത്തുവാൻ പാകിസ്ഥാനിലെ സുപ്രീം കോടതിക്ക് നട്ടലില്ല, ഒരു കോടതിക്ക് നട്ടലില്ല എന്നതാണ് ഇതിനകത്തെ വലിയൊരു രസം. അങ്ങനെ ജുഡീഷ്യറിയും ആർമിയും ഇലക്ഷൻ കമ്മീഷനും എല്ലാം ചേർന്ന് പാകിസ്ഥാനിൽ നല്ല ഇലക്ഷൻ നടക്കേണ്ടതിന് ലെവൽ പ്ലേയിങ് ഫീൽഡ് നശിപ്പിച്ചു. ഇതാണ് നമ്മുടെ അയൽപക്കത്ത് നടന്നത്. ഏതാണ്ട് അതിനോട് സമമായി അതിനെ ഓർമ്മിപ്പിക്കാവുന്ന തരത്തിൽ ഇലക്ഷൻ ആരംഭിക്കുന്നതിന് അല്പം മുൻപ് തന്നെ ഒരു നാഷണൽ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അദ്ദേഹം അറസ്റ്റിന് എതിരെ കേസ് കൊടുത്തു, പക്ഷേ വിജയിക്കുന്നില്ല. സുപ്രീം കോടതി പോലും അതിട്ട് ഇഴയ്ക്കുകയാണ്. ഞാനൊരു നിയമ പണ്ഡിതനല്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. PMLA കേസുകളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ നിലപാട് ഈ പ്രൊസീഡ്സിൻ്റെ തെളിവില്ലാതെ, അതായത് സാമ്പത്തികമായ അഴിമതി നടത്തിയെന്ന് നിങ്ങൾ പറയുന്നു, ED പറയുന്നു, അതിന് ഉപോത്ബലകമായി ആ സാമ്പത്തികമായ അഴിമതി നടത്തിയത് കൊണ്ട് ഈ കുറ്റാരോപിതനായ വ്യക്തി കൈപ്പറ്റിയ സാമ്പത്തികമായ പ്രതിഫലം എന്താണ്, അതിൽ ₹1 തെളിവായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചു എന്നതിന് തെളിവ് കാണിക്കാതെ PMLA കേസ് നിലനിൽക്കത്തില്ല എന്നതാണ് ഇന്നത്തെ സത്യം. എന്നാൽ നാളിതുവരെ കേജ്രിവാളിനെതിരെ ഈ ഒരു കാര്യത്തിൽ ₹1 അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നതായോ അല്ലാതെ കാശായിട്ട് ആരെങ്കിലും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീശയിലിട്ട് കൊടുത്തുവെന്നോ യാതൊരു തെളിവുമില്ല. തെളിവുകൾ, അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയ തെളിവുകൾ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ തെളിവുകൾ ഉണ്ടാക്കാൻ സഹായിച്ച ഒരു വ്യക്തി EDയുടെ അനുഗ്രഹത്തോടെ കുറ്റവിമോചനായ അപ്രൂവറായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു TDPയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഈ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കാനാണോ അല്ലയോ എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. ഞാനായിട്ടൊന്നും പറയുന്നില്ല. രണ്ടാമതായിട്ട്, കോൺഗ്രസിൻ്റെ നേതാവ് പപ്പുവാണ് കിപ്പുവാണെന്നൊക്കെ പറയുന്നു. കോൺഗ്രസ് ഈ രാജ്യത്ത് ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടിയാണെന്ന് പറയുന്നു. കോൺഗ്രസിനെ ഇല്ലാതാക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, കോൺഗ്രസ് മുക്ത് ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് കോൺഗ്രസിൻ്റെ ഫണ്ട് ഇലക്ഷന് മുമ്പ് മരവിപ്പിച്ച് ആ പാർട്ടിക്ക്
ഇലക്ഷനിൽ വേണ്ടതുപോലെ പങ്കെടുക്കുവാൻ ആവശ്യമായ ധനം ഉപയോഗിക്കാൻ വയ്യാത്ത വിധത്തിലാക്കി വച്ചിരിക്കും. അതേസമയം BJPക്ക് അതിരില്ലാത്ത വരുമാനം, സമ്പത്ത്, ലോകത്തിലെ ഏറ്റവും പണക്കൊഴുപ്പുള്ള പാർട്ടി ഞങ്ങളാണെന്ന് നെഞ്ചു വിരിച്ച് അവകാശപ്പെടുമ്പോൾ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിന് തെണ്ടി നടക്കേണ്ട ഗതികേടിൽ കൊണ്ടുവെക്കുമ്പോൾ അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കുകയാണോ എന്നത് നിങ്ങൾ ഒന്ന് തീരുമാനിച്ചാൽ മതി. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം, 2 ഇലക്ഷൻ കമ്മീഷണറെ നിയമിച്ചു. ഈ 2 പേരിൽ ആർക്കെങ്കിലും ഇലക്ഷൻ നടത്തിയതോ കൈകാര്യം ചെയ്തതോ ആയ എന്തെങ്കിലും അനുഭവ സമ്പത്തുണ്ടോ? അങ്ങനെയുള്ള ആളുകളെ അപ്പോയിൻ്റ് ചെയ്യാവുന്ന നിയമമുണ്ട്. മാത്രവുമല്ല, എങ്ങനെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ, ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു 3 അംഗ കമ്മീഷൻ വേണമെന്നും അതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അംഗമാകണമെന്നും സുപ്രീം കോടതി വിധിച്ചു. അതിനെ അട്ടിമറിച്ച് പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയും പിന്നെ ഓപ്പോസിഷൻ പാർട്ടി, നമുക്കറിയാം ഏത് കമ്മിറ്റിയാണെങ്കിലും ഭൂരിപക്ഷമാണ്. അപ്പോൾ ഓപ്പോസിഷൻ, ലീഡർ ഓഫ് ദി ഓപ്പോസിഷനകത്തുണ്ടെന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമൊന്നുമില്ല. മറ്റൊരു 2 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന ആളുകളെ മാത്രമേ നിയമിക്കാനൂ. അപ്പോൾ ഇത് BJPയുടെ ഒരു വിങ്ങായിട്ട് മാറത്തക്കവണ്ണമുള്ള നിയമമാണ്. അത് ലെവൽ പ്ലേയിങ് ഫീൽഡാണോ അല്ലയോ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അതുപോലെ നമുക്കറിയാം പ്രസ്, മാധ്യമങ്ങൾ, ഇപ്പോൾ ഗോദി മീഡിയ എന്നൊക്കെ പറയുന്നു. നിങ്ങൾക്കത് വ്യക്തമായ അനുഭവത്തിൽ കൂടെ അറിയാം. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാകാത്തത്? അപ്പോൾ അത് ഇലക്ട്രൽ ബോണ്ട് കേസിലാണെങ്കിലും എല്ലാം അസമത്വത്തിൻ്റെ രുചിയുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി സൃഷ്ടിച്ചിട്ട് ഞാൻ അജയ്യനാണ്, ഞാൻ ശക്തിമാനാണ്, എൻ്റെ 4 അയലത്ത് വരാൻ ആർക്കും കഴിവില്ല. ഇപ്പോൾ മറ്റൊരു ശക്തിയാണ് ആശയവിനിമയത്തിൻ്റെ ശക്തി. പ്രസംഗ ചാതുര്യം ഒന്ന്, ആശയവിനിമയത്തിൻ്റെ കഴിവ് മറ്റൊന്ന്. രണ്ടും ഒന്നാണ് നിങ്ങൾ വിചാരിക്കരുത്. ഒരുത്തൻ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ അവനെന്തും പറയാം, തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ സാധ്യമല്ല. അതേസമയം ആത്മധൈര്യമുള്ളൊരു നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്ത പോലെ വർഷത്തിൽ 1-2 തവണയെങ്കിലും ഒരു പ്രസ് കോൺഫറൻസിൽ മാധ്യമ പ്രവർത്തകരുമായി ഇടപെടേണ്ടതാണ്, ഇൻറ്ററാക്ട് ചെയ്യേണ്ടതാണ്. വലിയ കരുത്തനായ നമ്മുടെ നേതാവ് അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ സൂക്ഷ്മമായി എല്ലാ അംശങ്ങളെയും ക്രമീകരിച്ച് ഒരു വിധത്തിലും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അപ്രതീക്ഷിതമായ ചോദ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരേണ്ടത് സ്ട്രേഞ്ചർ ആങ്സൈറ്റി സിൻഡ്രോം അത് വരാതെ ഉള്ള ക്രമീകരണത്തിലാണ്. മൻ കി ബാത്ത് ഉണ്ട്, നമുക്കറിയാം അതെങ്ങനെയാണ് അതിൻ്റെ ഡൈനാമിക്സ് എന്ന് നമുക്കറിയാം. എൻ്റെ എളിയ അഭിപ്രായത്തിൽ ഇതൊന്നും കരുത്തനായ ഒരു നേതാവിനെ വിളിച്ചറിയിക്കുന്നില്ല. അതുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിക്ക് കഴിവില്ല എന്ന ഒരഭിപ്രായം എനിക്കില്ല. ഈ അസമത്വത്തെ ആസ്പദമാക്കിയ ഒരു സംവിധാനം സൃഷ്ടിക്കുകയും അതിന് ഒരു വലിയ സ്വീകാര്യത രാജ്യത്തെമ്പാടും ഉണ്ടാക്കുകയും ചെയ്യാൻ വലിയ കഴിവ് തന്നെ വേണം, യാതൊരു സംശയവുമില്ല. എബ്രഹാം ലിങ്കൻ പറഞ്ഞു, യു ക്യാൻ ഫൂൾ സം ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം ആൻഡ് ഓൾ ഓഫ് ദ പീപ്പിൾ സം ഓഫ് ദ ടൈം, ബട്ട് യു കനോട്ട് ഫൂൾ ഓൾ ദ പീപ്പിൾ ഓൾ ദ ടൈം. ആ ഒരു വലിയ ആശയത്തെ ഏതാണ്ട് 100% തെറ്റാണ് എന്ന് തെളിയിക്കാൻ വലിയ കഴിവ് വേണം. അപ്പോൾ ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം കരുത്തനായ ഒരു നേതാവ് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ, പ്രതിപക്ഷത്തിലെ ആളുകൾ, അവർക്കും തന്നെ പോലെ അവസരങ്ങളും അവകാശങ്ങളും ഉണ്ടാകണമെന്നും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ കൂടെ മാത്രമേ എൻ്റെ കരുത്ത് യഥാർത്ഥത്തിൽ സത്യസന്ധമായി രാജ്യത്തിന് വെളിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അനുഭവവേദ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നിങ്ങളും ഞാനും കൂടെ 100 മീറ്റേഴ്സ് ഓടുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ
നിങ്ങൾ 100 മീറ്റേഴ്സിൻ്റെ ലൈനിൽ നിൽക്കുന്നു, ഞാൻ 50 മീറ്റേഴ്സിൻ്റെ ലൈനിൽ കയറി നിന്നിട്ട് ഓടി, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിച്ചതിനകത്ത് ഒരർത്ഥവുമില്ല. ഞാൻ ജയിച്ചതിനകത്ത് അർത്ഥവും വീര്യവും ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കൂടെ 100 മീറ്റേഴ്സ് സ്റ്റാർട്ടിംഗ് ലൈനിൽ തന്നെ നിന്ന് ഈ 100 മീറ്ററും ഓടി അതിൽ ഞാൻ ഒന്നാമതായിട്ട് വന്നാൽ ഞാൻ മിടുക്കനാണ് എന്ന് പറയാം. അല്ല, നിങ്ങൾ 100 മീറ്റർ അടയാളത്തിൽ നിന്നു, ഞാൻ 50 മീറ്റർ അടയാളത്തിൽ നിന്നു, ഞാൻ ഓടി, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മിടുക്കനല്ല, ഞാൻ കളിപ്പീരുകാരനാണ് എന്ന് മാത്രമേ അതുകൊണ്ട് അർത്ഥമുള്ളൂ. അത്രമാത്രമെങ്കിലും മനസ്സിലാക്കാൻ ഉള്ളവരാണ് ഭാരതത്തിലുള്ള എല്ലാ വ്യക്തികളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, ആത്യന്തികമായി നിങ്ങളോട് പറയുന്നു, കരുത്തൻ ആരാണ്? സ്വന്തം കരുത്ത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവനല്ല കരുത്തൻ, അവൻ ഭീരുവാണ്. കരുത്തൻ ആരാണ്? ഒരു ജനതയെ കരുത്തുറ്റവരാക്കി തീർക്കാനായി അനവരതം അധ്വാനിക്കുന്നവരാണ് കരുത്തുള്ളവർ. അപകടത്തെ സമചിത്തതയോടെ അഭിമുഖീകരിക്കാൻ കഴിവുള്ളവനാണ് കരുത്തുറ്റവൻ. ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ഒരു കരുത്തുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ ഇന്ദിരാഗാന്ധിയെ ബഹുമാനിക്കുന്ന ആളല്ല. 1981 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് അതിൻ്റെ 100ാം വാർഷികം സെൻറ്റിനറി ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ചീഫ് ഗസ്റ്റായി വന്നത് മിസ്സസ് ഇന്ദിരാഗാന്ധിയാണ്. ആ ഫങ്ഷൻ, അതിനുശേഷമുണ്ടായിരുന്ന ഫോട്ടോ സെഷൻ ബോയ്ക്കോട്ട് ചെയ്ത ഏക ഫാക്കൽറ്റി മെമ്പർ ഞാനായിരുന്നു. അതാണ് എൻ്റെ റെക്കോർഡ്. അവർ ഞാൻ അവരുടെ ആരാധകനോ കൊടി പിടിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല ഒരു കാലത്തും. എൻ്റെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ലേഖനം എമർജൻസിക്കെതിരായിട്ടായിരുന്നു. അതാണ് എൻ്റെ റെക്കോർഡ്. എന്നാൽ എനിക്ക് മിസ്സസ് ഗാന്ധിയെപ്പറ്റി പല കാര്യങ്ങളും, ഒരു പക്ഷേ ആർക്കും അറിയാൻ മേത്ത പല കാര്യങ്ങളും അറിയുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ മിസ്സസ് ഗാന്ധിയെ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പരിചയമില്ലായിരുന്നു. എന്നാൽ അവരുടെ ഉറ്റമിത്രമായിരുന്ന ഒരു വ്യക്തി, അത് ഭൂദാൻ മൂവ്മെൻറ്റിൽ വിനോബ ഭാവയുടെ വലങ്കയായി പ്രവർത്തിച്ച ഒരു വ്യക്തി, അവരെന്നെ സമീപിച്ച്, അവരുടെ പേരും കൂടെ പറയാം, നിർമ്മല ദേശ്പാണ്ഡെ. അവർ മരിച്ചുപോയി, നിർമ്മല ദേശ്പാണ്ഡെ. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് റിലിജിയൻസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നൊരു സംഘടന ഉണ്ടാക്കി. അത് ഞങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോവുകയും മതേതര രാഷ്ട്രീയത്തെപ്പറ്റിയും മതസൗഹാർദ്ദത്തെപ്പറ്റിയും വളരെയധികം അധ്വാനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരോട് എനിക്ക് പ്രത്യേകമായ അടുപ്പമുണ്ടായിരുന്നു. അവർ അവിവാഹിതയായിരുന്നു, വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ രാജ്യസഭാ അംഗമായിരുന്നു. ഞാൻ പരിചയപ്പെടുന്നതിന് മുൻപ് അവരൊരു നോവൽ എഴുതിയിട്ടുണ്ട്. സാഹിത്യപരമായി അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു, നന്നായി പ്രസംഗിക്കുമായിരുന്നു. അപ്പോൾ അവർ എന്നോട് നടത്തിയൊരു അഭ്യർത്ഥന, മിസ്സസ് ഇന്ദിരാഗാന്ധിയെപ്പറ്റി പല ഓർമ്മകൾ, ആർക്കും അറിയാൻ വയ്യാത്ത സംഭവങ്ങളുണ്ട്, അത് ഒന്ന് എഴുതി കൊടുക്കുവാൻ ഞാൻ സഹായിക്കുമോ എന്ന് എന്നോട് അഭ്യർത്ഥിച്ചു പലതവണ. എന്നാൽ ആ കാലങ്ങളിൽ ഞാൻ മറ്റ് തിയോളജി പുസ്തകങ്ങൾ എഴുതുന്നതിൽ വ്യാപൃതനായിരുന്നത് കൊണ്ട് എനിക്കതിന് വേണ്ടത്ര സമയം കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ ആയിക്കൊള്ളാം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് അവർ ഹൃദയാഘാതം മൂലം മരിച്ചുപോയി. അതെനിക്ക് വലിയ ദുഃഖമായി. ആ വലിയ വലിയ കാര്യങ്ങൾ ആധികാരികമായി ജനത്തെ അറിയിക്കുവാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ. ഒരു വലിയ നിധി നഷ്ടപ്പെട്ട ഒരനുഭവമാണ് ഇന്നും എനിക്ക്. അങ്ങനെ അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അവർ പറഞ്ഞത്, മിസ്സസ് ഗാന്ധിക്ക് നന്നേ അറിയാമായിരുന്നു തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് ബ്ലൂ സ്റ്റാറിന് ശേഷം അവർക്ക് 2 തരത്തിലുള്ള പ്രത്യേകമായ വെല്ലുവിളി, അല്ലെങ്കിൽ അവരുടെ ജീവന് 2 തരത്തിലുള്ള അപകടങ്ങളുണ്ടായിരുന്നു എന്ന് മിസ്സസ് ഗാന്ധി എപ്പോഴും സംശയിച്ചിരുന്നു. സംശയമല്ല, വ്യക്തമായി അറിഞ്ഞിരുന്നു. ഒന്ന്, അമേരിക്കൻ ഏജൻസിയായ CIA, കാരണം അമേരിക്കയോട് അടിമത്വ മനോഭാവമില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് CIA തന്നെ വധിക്കും എന്ന ഒരു ചിന്ത മിസ്സസ് ഗാന്ധിക്കുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് അവർ നയം മാറ്റിയില്ല. 2, അതിനേക്കാൾ വ്യക്തമായി
ബ്ലൂ സ്റ്റാറിന് ശേഷം സിഖ് ഉഗ്രവാദികൾ ഒരു വലിയ അപകടമാണ് എന്ന ബോധ്യവും അവർക്കുണ്ടായിരുന്നു എന്ന് മാത്രവുമല്ല ഇൻ്റലിജൻസ് ഏജൻസീസ് അവരെ ഈ കാര്യത്തിൽ വ്യക്തമായി ബ്രീഫ് ചെയ്തിരുന്നു. അവരുടെ പേഴ്സണൽ ബോഡി ഗാർഡിൽ നിന്ന് സിഖ് മതക്കാരെ 100% ഒഴിവാക്കണമെന്ന് പറഞ്ഞു. നിർബന്ധിച്ചു. അവർ പറഞ്ഞു, സിഖ് മതക്കാർ എൻ്റെ രാജ്യത്തെ പൗരന്മാരാണ്, അവരെൻ്റെ ജനമാണ്, അവരെ ഒഴിവാക്കിക്കൊണ്ട് എനിക്കൊരു സുരക്ഷിതത്വം വേണ്ട. അങ്ങനെ അവരുടെ അംഗരക്ഷകരിൽ മിസസ് ഗാന്ധിയുടെ ധൈര്യം കൊണ്ട് ഉൾപ്പെടുത്തിയ 2 സിഖ് വ്യക്തികളാണ് അവരെ വെടിവെച്ച് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ പേരാണ് ധൈര്യമെന്ന്, അതിൻ്റെ പേരാണ് ശക്തി. തൻ്റെ ജീവന് കാര്യമായ അപകടമുണ്ടാകുമെന്ന് പല സോഴ്സുകളിൽ നിന്ന് അവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഒരു തത്വത്തെ, ഒരു മൂല്യത്തെ ആശ്രയിച്ച് ഒരു വിധത്തിലും വിവേചന ബുദ്ധിയോടെ ഭാരതത്തിലെ ഒരു ജനക്കൂട്ടത്തെയും കാണുകയില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ ജീവൻ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് മിസസ് ഗാന്ധി. അതിൻ്റെ പേര് ധൈര്യമെന്നാണ്. അല്ലാതെ സെക്യൂരിറ്റിക്ക് വേണ്ടി 6000 പേരെ കൊണ്ടു നടക്കുന്നു, എല്ലാവരെയും സംശയിക്കുന്നു, ഞാൻ പോകുന്ന വഴിയിൽ ആരും നിൽക്കരുത്, നോക്കരുത് എന്നൊക്കെ പറയുന്നത് അത് ശക്തിയല്ല, അത് ബലഹീനതയാണ്. സ്വന്തം ജനത്തെ, എൻ്റെ ജനം എൻ്റെ ജനമെന്നൊക്കെ ഒരു വശത്ത് പറയുന്നല്ലോ, ആ ജനത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെൻ്റെ ജനമെന്ന് പറയും? 145 കോടി വരുന്ന എൻ്റെ ജനമെന്ന് പറയുകയും ഈ എൻ്റെ ജനത്തിനെതിരെ സെക്യൂരിറ്റിയെ വലിയ കോട്ട തകർത്ത് അതിൻ്റെ പുറകിൽ മാത്രം നിൽക്കുകയും ചെയ്യുന്ന ഇത് ഒരു ബലമല്ല, ശക്തിയല്ല, ഇതൊരു ബലഹീനതയാണ് എന്നാണ് ഈ എളിയവൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് മനസ്സിലാക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാൻ ഒരു കാര്യമുണ്ട്. ഇന്ന് ഭാരതത്തിൽ പരമ്പരാഗതമായി നാം അറിഞ്ഞ മൂല്യങ്ങളെയും ആദർശങ്ങളെയും പുനർനിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബലം എന്നാൽ എന്താണ്? അത് 10 പേരുടെ തല തകർക്കുന്നു, അല്ലെങ്കിൽ ഒരു ജനത്തെ ഭയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ തന്നോട് വിയോജിക്കുന്ന ഏവരെയും വിറപ്പിച്ച് നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ദാക്ഷിണ്യമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ആർക്കും അടുത്തുകൂടാൻ വയ്യാത്ത വിധത്തിൽ ഇങ്ങനെ അങ്ങ് ദൂരെ സൂര്യൻ ജ്വലിക്കുന്നത് പോലെ ഒരു വ്യക്തിപ്രഭ കത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ശക്തി, അതാണ് ധൈര്യം, അതാണ് മാഹാത്മ്യം എന്ന് ഈ 145 കോടി ആളുകളെ വിശ്വസിപ്പാനുള്ള സംഘടിതമായ പ്രോപ്പഗൻഡ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ അടിസ്ഥാനപരമായ ആശയങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു വ്യക്തിയെയും വിമർശിക്കുവാനോ കൊച്ചാക്കാനോ അല്ല. എന്നാൽ ആശയങ്ങളെയും ആദർശങ്ങളെയും വികൃതമാക്കുമ്പോൾ അതിലും പ്രധാനമായി സനാതനമായി അല്ലെങ്കിൽ സാർവലൗകികമായി നിലകൊള്ളേണ്ട ചില യാഥാർത്ഥ്യങ്ങളെ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വികൃതമാക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള വാസ്തവികത എന്ത് എന്ന് ലളിതമായി ഭവ്യതയിൽ എളിമയോടെ ഏവരുമായി പങ്കിടുന്നത് ഒരു കടമയായിട്ട് കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല എങ്കിലും എന്നെ വളരെയധികം വേദനിപ്പിച്ചൊരു കാര്യമാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റ്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് ജനായത്ത രീതിയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അക്രമമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. നിങ്ങളതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നറിയില്ല. ഇപ്പോൾ കേജ്രിവാൾ ഈ ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്തു എന്ന് തന്നെ വിചാരിക്കൂ. അദ്ദേഹം ഈ ലിക്കർ പോളിസി കൊണ്ട് 10,000 കോടി ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. എന്നാലും ഇലക്ഷന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷൻ പരമായ പ്രവർത്തനങ്ങളിൽ പ്രചരണത്തിൽ പങ്കെടുക്കുവാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നത് ദൗർഭാഗ്യവശാൽ അതിന് നാട്ടിലെ കോടതിയും കൂട്ടുനിൽക്കുന്നുവെന്ന് ഓർക്കുമ്പോൾ നിങ്ങളെ ചരിത്രം നാം അവലോകനം ചെയ്യുമ്പോൾ നമുക്കറിയാം അനേകം ഉദാഹരണങ്ങളുണ്ട്.
ആ കാവ്യനീതിയിൽ നിന്ന് രക്ഷപ്പെട്ട ആരെയും ചരിത്രം അറിയുന്നില്ല. പക്ഷേ ചരിത്രം ഇത് വിളിച്ചറിയിക്കുന്ന, പക്ഷേ അത് തിരിച്ചറിയുവാൻ ആൾ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ചരിത്രം വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ദോസ് ഹു ഇഗ്നോർ ദ ലെസൺസ് ഓഫ് ഹിസ്റ്ററി ആർ ഡൂംഡ് ടു റിപ്പീറ്റിംഗ് ഇറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പറയുകയല്ല എന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ. ആരാണ് കരുത്തുറ്റ നേതാവ്, ആരാണ് ഭീരുവായ നേതാവ്? അതാരോടും പറയണ്ട, അതാ നല്ലത്. നന്ദി.